ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും അതിലെ മത്സരാർത്ഥികളാണ് മലയാളികളുടെ മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുന്നത്. സീസൺ 4-ൽ ഓളമുണ്ടാക്കിയ 2 മത്സരാർത്ഥികളാണ് ജാസ്മിനും റിയാസും. ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയപ്പോൾ തന്നെ വളരെ മോശം മത്സരാർത്ഥികളാണ് ഈ സീസണിൽ എന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടിരുന്നു. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവർ എന്നാണ് റിയാസ് ഈ സീസണെ പറ്റി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രതീഷ് കുമാർ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനെ പറ്റി ജാസ്മിൻ പറഞ്ഞതിങ്ങനെ: ആദ്യം തന്നെ ബിഗ് ബോസിന് ഒരുപാട് നന്ദി. ഞാനും ഞെട്ടിപ്പോയി. എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് തോന്നി. ഞാൻ കൺഫ്യൂസ്ഡുമാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിന് ആവശ്യം TRP റേറ്റിംഗും ഡ്രാമയും ഒക്കെ തന്നെയാണ്. ഈ എവിക്ഷൻ തീർച്ചയായും ഒരു മാറ്റം തന്നെയാണ്. എനിക്കറിയില്ല ഇനി ഇവർ രതീഷിനെ 2 ആഴ്ച സീക്രട്ട് റൂമിലിരുത്തി ബിരിയാണി കൊടുത്തിട്ട് തിരികെ കൊണ്ടുവരുമോ എന്ന്. ബിഗ് ബോസ് ഈ ഒരു സ്റ്റാൻഡ് എടുത്തത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. രതീഷ് എവിക്റ്റായ ശേഷം പറഞ്ഞത്: ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളല്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല, ഗെയിമിന് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെയാണ്. എവിക്റ്റായില്ലായിരുന്നെങ്കിൽ ഇയാൾ ഇതേ നാടകം ബിഗ് ബോസിൽ തുടരുകയും ഒരു കൂട്ടം ജനങ്ങൾ അത് സത്യമാണെന്ന് വിചാരിച്ച് അയാൾക്ക് വോട്ട് ചെയ്യുകയും ചെയ്തേനെ. വിജയിക്കാൻ വേണ്ടി തെറ്റായതും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതും അലറി വിളിക്കുകയും ചെയ്യുന്ന രീതി മാറ്റി കരുണയും സഹാനുഭൂതിയും നിറഞ്ഞ വഴി തിരഞ്ഞെടുക്കണമെന്നും ജാസ്മിൻ പറഞ്ഞു. സീസൺ 6 മത്സരാർത്ഥികൾ ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും ലവ് സ്ട്രാറ്റജിയെ പറ്റി റിയാസ് സലിം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ക്യാമറ ദൃശ്യങ്ങൾക്ക് വേണ്ടി 2 പേർ പ്രണയം അഭിനയിക്കുന്നതും എന്നിട്ടത് പ്രണയമല്ലെന്ന് എല്ലാവരോടും പറയുന്നതുമായ നാടകം ബിഗ് ബോസ് ഹൗസിൽ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. അവർ ക്യാമറയ്ക്ക് വേണ്ടി പൈങ്കിളിയാവുന്നു, ലോകത്തെ രക്ഷിക്കുന്നത് പോലെ പരസ്പരം പ്രതിരോധിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടിരിക്കാൻ വളരെ അരോചകമാണ്. അതുപോലെ അവരുടെ മുഴുവൻ പ്രണയകഥയും പ്രണയത്തിലാകുമ്പോൾ എന്ത് ചെയ്യരുത് എന്നതിന്റെ ഒരു പാഠപുസ്തക ഉദാഹരണമാണെന്നും റിയാസ് പറഞ്ഞു.